ഞാൻ സോണിയ നായർ, ഐഡിയസ് അബാക്കസ് മാനേജിംഗ് ഡയറക്ടർ. ഇന്നത്തെ ഐഡിയസ് അബാക്കസ് ക്ലാസ്സിൽ LKG കുട്ടികളുടെ 1 to 4 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനുമുള്ള സെക്ഷനാണ് പഠിപ്പിക്കുന്നത്. അതിനായി ആദ്യം അബാക്കസ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാം. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ലിറ്റിൽ ഫിംഗറും റിംഗ് ഫിംഗറും അപ്പർ പോർഷൻ്റെ ഫ്രെയിമിലും ലോവർ പോർഷൻ്റെ ഫ്രെയിമിലേക്ക് ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പും ടച്ച് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ സ്റ്റഡി ടേബിളിലേക്ക് അബാക്കസ് ടൂൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് റൈറ്റ് ഹാൻഡിൽ പെൻസിൽ ഗ്രിപ്പ് ചെയ്യുക, സിറ്റിംഗ് പൊസിഷൻ കീപ്പ് ചെയ്യുക. അപ്പോൾ LKG ടെസ്റ്റിൽ ഐഡിയസ് അബാക്കസിൻ്റെ ടെസ്റ്റിൽ നിങ്ങൾക്ക് സിറ്റിംഗ് പൊസിഷനെ കുറിച്ചും അതുപോലെ പെൻസിൽ ഗ്രിപ്പ് ചെയ്യേണ്ട മെത്തേഡിനെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 5 ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ലിറ്റിൽ ഫിംഗറും റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് പെൻസിൽ ഗ്രിപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ പിക്ചർ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ പെൻസിൽ ഗ്രിപ്പ് ചെയ്യുക. ഗ്രിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഫിംഗേഴ്സായ തമ്പും 4 ഫിംഗറും ഫ്രീ ആയിരിക്കും. ആ ഫിംഗറുകൾ യൂസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ അബാക്കസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന സൈഡിലെ വാല്യൂ ബാറിൽ നിന്ന് വാല്യൂ ബാറിൻ്റെ 2 സൈഡിലേക്ക് പിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആ ഫിംഗേഴ്സ് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമ്മളൊരു അബാക്കസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ബീഡ്സുകളെല്ലാം ചിതറി ഡിസോർഡറിലായിരിക്കും, വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. വാല്യൂ ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ അബാക്കസിൻ്റെ അപ്പർ പോർഷനിലുള്ള ബീഡ്സുകളും ലോവർ പോർഷനിലുള്ള ബീഡ്സുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. ഒരു ബ്രിഡ്ജ് പോലെ ഒരു ലൈൻ കാണുന്നുണ്ട്. അതിനെയാണ് വാല്യൂ ബാർ അല്ലെങ്കിൽ ബീം ബാർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ ബാർ എന്നാണ് പറയുന്നത്. ഇവിടെ വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ബീഡ്സുകളെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പും 4 ഫിംഗറും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ സൈഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഈ വാല്യൂ ബാറിൻ്റെ 2 സൈഡിലേക്ക് പിൻ ചെയ്ത് മൂവ് ചെയ്ത് പോവുക. മൂവ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് എത്തുമ്പോഴേക്കും വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ബീഡ്സുകളും നമ്മുടെ അബാക്കസിൻ്റെ അപ്പർ പോർഷനിലുള്ള ഫ്രെയിമിലേക്കും ലോവർ പോർഷനിലുള്ള ഫ്രെയിമിലേക്കും മാറി നിൽക്കും. റിമൂവായി വാല്യൂ ബാറിൽ നിന്ന് റിമൂവായി മാറും. ഓക്കെ, അപ്പോൾ അബാക്കസ് വാല്യൂ ബാറിൽ ഒരൊറ്റ ബീഡ് പോലും ടച്ച് ചെയ്യാതെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പൊസിഷനെയാണ് ക്ലിയർ പൊസിഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ കുട്ടികളോട് ക്ലിയർ അബാക്കസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അബാക്കസ് ക്ലിയർ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തമ്പും 4 ഫിംഗറും പിൻ ചെയ്തുകൊണ്ട് വാല്യൂ ബാറിൽ പിൻ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഡിസോർഡർ ആയിരിക്കുന്ന ബീഡ്സുകൾ വാല്യൂ ബാറിൻ്റെ 2 സൈഡിലേക്ക് റിമൂവ് ആകുന്നതാണ്. ഈ ക്ലിയർ പൊസിഷനിൽ നിൽക്കുന്ന അബാക്കസിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 0 എടുക്കാനാണ് പഠിക്കുക. അപ്പോൾ അബാക്കസ് എപ്പോഴും നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നേ അബാക്കസ് ഇതുപോലെ ക്ലിയർ പൊസിഷനിലായിരിക്കണം. ഇനി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വൺസ് റോഡിലാണ്. നമ്മുടെ ഐഡിയസ് അബാക്കസിൻ്റെ ടൂള് 17 റോഡ്സ് ഉള്ള ടൂളാണ്. അതിൽ 17 റോഡ്സ് മീൻസ് ബീഡ്സുകൾ മൂവ് ചെയ്യുന്ന ഒരു പാത്തുണ്ടല്ലോ, ആ റൂട്ടിനെയാണ് റോഡ് എന്ന് പറയുക. അതുപോലുള്ള 17 റോഡ്സുകൾ നമ്മുടെ ഐഡിയസ് അബാക്കസിൻ്റെ ടൂളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടൂളിൽ 5 യൂണിറ്റ് ഡോട്ട്സുകൾ വാല്യൂ ബാറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 5 യൂണിറ്റ് ഡോട്ടിൽ സെൻട്രലായിട്ട് മിഡിൽ പോർഷനിലായിട്ട് ഒരു വൈറ്റ് ഡോട്ട് കാണാൻ സാധിക്കും. ആ വൈറ്റ് ഡോട്ട് വരുന്ന റോഡ് മീൻസ് ബീഡ്സ് മൂവ് ചെയ്യുന്ന പാത്ത്, ആ റോഡിലായിട്ട് ഒരു വൈറ്റ് ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ടിനെ മിഡിൽ യൂണിറ്റ് ഡോട്ട് എന്ന് വിളിക്കുന്നു. ആ മിഡിൽ യൂണിറ്റ് ഡോട്ട് വരുന്ന റോഡിനെ നമ്മൾ ഓൺസ് റോഡ് എന്ന് പറയപ്പെടുന്നു. ഓൺസ് റോഡ്. അപ്പോൾ ഇനി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓൺസ് റോഡിലാണ്. KG സെക്ഷനിൽ LKG കുട്ടികൾക്ക് 1 to 4 വരെയുള്ള നമ്പേഴ്സാണ് ഫസ്റ്റിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നാണ് പാരൻസിനും ഡൗട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ഫസ്റ്റിൽ നമുക്ക് അബാക്കസിൻ്റെ ബീഡ്സുകൾ മൂവ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തമ്പും 4 ഫിംഗറും യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിനും. അപ്പോൾ ഇവിടെ ഏത് ഫിംഗർ ഏത് ഹാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റിലേ പറയുന്നത്. ലോവർ ബീഡ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് തമ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലോവർ ബീഡ്സ്
ലോവർ പോർഷനിൽ 4 ബീഡ്സ് ഉണ്ട്. എല്ലാ റോഡിലും നമുക്ക് 4 ബീഡ്സ് കാണാൻ സാധിക്കും. എങ്കിലും നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് വൺസ് റോഡാണ്. വൺസ് റോഡിലെ ലോവർ ബീഡ്സുകളാണ് നമുക്കിവിടെ ഫസ്റ്റിലെ നമ്മൾ പഠിക്കുന്നത്. 1 2 3 4 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളിവിടെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കൗണ്ട് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലോവർ ബീഡ്സുകളെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഡ്സുകളെല്ലാം ലെസ്സായി വാല്യൂ ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബീഡ്സുകളെ നമ്മൾ ആഡ് ചെയ്ത് വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുന്നു. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോവർ പോർഷനിലെ ഫ്രെയിമിൽ ടച്ച് ചെയ്തിരിക്കുന്ന ബീഡ്സുകളെ നമ്മൾ തമ്പ് കൊണ്ട് അപ്പ് ചെയ്ത് വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കും. അപ്പോഴാണ് അബാക്കസിന്റെ ബീഡ്സുകൾക്ക് വാല്യൂ ലഭിക്കുക. വാല്യൂ ബാറിലേക്ക് ഒരു ബീഡ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ലഭിക്കുക. അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് ഒരു ബീഡിന് വാല്യൂ കൊടുക്കണമെങ്കിൽ അതിനെ വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കണം. ഇവിടെ വൺസ് റോഡിൽ വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിന്റെ തമ്പാണ്. അപ്പോൾ സ്റ്റുഡൻസ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ ഈ ഫിംഗറുകൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് കൃത്യമായി അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അപ്പോൾ പേരൻസിൻ്റെ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതായിരിക്കും. കുട്ടികൾ ഫിംഗർ മിസ്റ്റേക്ക് വരുത്താതെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് കൊണ്ട് ഒരു 1 ബീഡിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അബാക്കസിൻ്റെ വാല്യൂ 0യിൽ നിന്ന് 1 എന്ന വാല്യൂവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ -1 പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അബാക്കസിന്റെ വാല്യൂ 0 ആണ്. ഇനി ആഡ് 2 തമ്പ് കൊണ്ട് ആഡ് ചെയ്തു. -2 ബീഡ്സ് ഉണ്ട്. ആ 2 ബീഡ്സിനെ 4 ഫിംഗർ കൊണ്ട് ലെസ് ചെയ്തു. ആഡ് 3 തമ്പ് കൊണ്ട് ആഡ് ചെയ്തു. -3 4 ഫിംഗർ കൊണ്ട് ലെസ് ചെയ്തു. ആഡ് 4 തമ്പ് കൊണ്ട് ആഡ് ചെയ്തു. 4 ഫിംഗർ കൊണ്ട് ലെസ് ചെയ്തു. ആഡ് 1 -1. ഇത് കുട്ടികൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തമ്പ് കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കുക, 4 ഫിംഗർ കൊണ്ട് ലെസ് ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് നമുക്ക് ആഡ് 1 -1, ആഡ് 1 -1 ആദ്യം സ്ലോയിൽ ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പതിയെ കുറച്ചുകൂടി സ്പീഡ് അവരറിയാതെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി മാക്സിമം സ്പീഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഫിംഗർ ചേഞ്ച് ആകാതെ അവരുടെ കറക്റ്റായിട്ട് തമ്പ് യൂസ് ചെയ്യേണ്ടടുത്ത് തമ്പും 4 ഫിംഗർ യൂസ് ചെയ്യേണ്ടടുത്ത് 4 ഫിംഗറും തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആഡ് 1 -1, 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 ആഡ് 1 -1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 എന്ന ഫിഗറെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. 1 + 1 ആണ് 2. ആഡ് 2 -2, 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 ആഡ് 2 -2. ഓക്കെ, ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ട് പോവുക. തമ്പും 4 ഫിംഗറും അവിടെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് എപ്പോഴും ഞാൻ വീണ്ടും പറയാണ്, ലോവർ ബീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് തമ്പാണ് യൂസ് ചെയ്യേണ്ടത്. ലോവർ ബീഡ്സുകൾ ലെസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് 4 ഫിംഗറും യൂസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് 3 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. 1 + 1 2 + 1 3. അപ്പോൾ 3 ആണ് നമുക്ക് വേണ്ടത്. 3 നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കാണാം, 1 2 3. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ഒരു കാൽക്കുലേഷൻ ടൈമിൽ നമുക്ക് ഡയറക്റ്റ് അഡീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് 3 -3 എന്ന് പറഞ്ഞാൽ ആഡ് 3 പറയുമ്പോൾ 1 2 3 ആ 3 ബീഡ്സുകളെ ഡയറക്റ്റ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് കൊണ്ട് ആഡ് ചെയ്യാം. അല്ല സിംഗിൾ ആയിട്ട് എടുക്കണം. നമുക്കിവിടെ കുറഞ്ഞ ടൈമും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ ഐഡിയസ് അബാക്കസിൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. കുട്ടികൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് വരും. ആദ്യം കുഞ്ഞു നമ്പേഴ്സ് കൊടുക്കുക. അത് അവർ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സ്പീഡ് ആദ്യം സ്ലോവിൽ കൊടുക്കുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 ആഡ് ചെയ്തു, -3 4 ഫിംഗർ യൂസ് ചെയ്ത് ലെസ് ചെയ്തു. വീണ്ടും തമ്പ് കൊണ്ട് ആഡ് ചെയ്തു, 4 ഫിംഗർ കൊണ്ട് ലെസ് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് സ്ലോവിൽ നിന്ന് സ്പീഡിലേക്ക് കൊണ്ടുപോവാം. ആഡ് 3 -3, 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 ആഡ് 3 -3. ഓക്കെ, ഇതുപോലെ കുറച്ച് സ്പീഡാക്കി കൊണ്ടുപോവാം.
നെക്സ്റ്റ് നമുക്ക് 4 എന്ന ഫിഗറിനെ ആഡ് ചെയ്യാം, അതുപോലെ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെയും തമ്പാണ്, ലോവർ ബീഡ്സ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ തമ്പ് യൂസ് ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, തമ്പ് ആഡ് 4 minus 4 add 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 4 minus 4. ഓക്കെ, ഇതുപോലെ സ്പീഡാക്കി കൊണ്ടുപോകാം. അപ്പോൾ 1 to 4 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്കൊരു കുഞ്ഞു പ്രോബ്ലംസ് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റിലെ 1 to 4 വരെയുള്ള നമ്പേഴ്സ് അവർ പരിചയപ്പെടട്ടെ, അത് പ്രാക്ടീസ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 4 അപ്പോൾ 1 to 4 വരെയുള്ള നമ്പർ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൽ ഏതൊക്കെ ഫിംഗറാണ് യൂസ് ചെയ്യേണ്ടത്, അബാക്കസ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, പെൻസിൽ എങ്ങനെയാണ് ഗ്രിപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ സിറ്റിംഗ് പൊസിഷനെ കുറിച്ച് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ സിറ്റിംഗ് പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുക. ടെസ്റ്റിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.